പ്രിയമുള്ളവരെ, നമ്മുടെ നിവിൻ പോളിയെക്കുറിച്ച് പറയുമ്പോൾ എത്ര മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയ നടനാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ യുവജനങ്ങളെ ഒരു ഹരമായി മാറിയ ഒരു സമയമുണ്ടായിരുന്നു നിവിൻ പോളിക്ക്. അതെ, മികച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം ബോക്സ് ഓഫീസുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഒരു പക്ഷേ മോഹൻലാലിനും മമ്മൂട്ടിക്കും കിട്ടിയ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രേമം എന്ന സിനിമ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മലയാള സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കാര്യം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കഴിവതും ഫ്ലോപ്പായി മാറുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ പോരായ്മ കൊണ്ടാണോ സംവിധാനത്തിൻ്റെ പോരായ്മ കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിക്കുന്നു. മികച്ച സിനിമകളുമായി അദ്ദേഹം വരട്ടെ. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലോകേഷ് കനകരാജിൻ്റെ പുത്തൻ സിനിമയിലൂടെ നിവിൻ പോളി തൻ്റെ ഗംഭീരമായ തിരിച്ചുവരവിനെ തീ കൊളുത്തിയിരിക്കുകയാണ് എന്നാണ് നൽകുന്ന സൂചന. ഹായ് ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. കൈദിയിലൂടെ സംവിധായകൻ ലോകേഷ് കനകരാജ് തുടക്കം കുറിച്ച സിനിമാറ്റിക് യൂണിവേഴ്സായ LCUവിലെ അടുത്ത ചിത്രമാണ് ബെൻസ്. രാഘവ ലോറൻസ് നായകനാകുന്ന സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രത്തിലെ നിവിൻ പോളിയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ടിൻഫിഷ് വാൾട്ടർ എന്ന കഥാപാത്രത്തെയാണ് നിവിൻ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്ത വീഡിയോയിൽ നിവിൻ 2 വേഷത്തിലെത്തുന്നുണ്ട്. അത് ഇരട്ട വേഷമാണോ അതോ ഒരേ കഥാപാത്രം തന്നെയാണോ എന്ന സംശയത്തിലാണ് ആരാധകർ. എന്ത് തന്നെയായാലും ചിത്രത്തിൽ രാഘവ ലോറൻസ് അവതരിപ്പിക്കുന്ന ബെൻസിനോട് കൊമ്പ് കോർക്കാൻ എത്തുന്ന വില്ലനായിരിക്കും നിവിൻ എന്ന ഉറപ്പ് നൽകുന്നുണ്ട് ഈ അപ്ഡേറ്റ്. റെമോ, സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ ഭാഗ്യരാജ് കണ്ണനാണ് ബെൻസിന്റെ തിരക്കഥ. സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് ലോകേഷ് കനകരാജാണ്. ബെൻസിന്റെ കഥ ഒരുക്കി അവതരിപ്പിക്കുന്നതും ലോകേഷ് കനകരാജ് തന്നെയാണ്. ബെൻ സിനിമയെ അവതരിപ്പിച്ചുകൊണ്ട് ലോകേഷും ഭാഗമായ ഒരു ഇൻട്രോ വീഡിയോ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. LCU ആരാധകർക്ക് ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു ഇത്.